കഥ റോബറി. രചന ഫിറോസ് ബാബു നിലമ്പൂർ. ഗോവ പോണ്ടയിലെ ലോറി ബുക്കിംഗ് ഓഫീസിന്റെ പാർക്കിങ്ങിലിരുന്ന് ഞാൻ ലോറിയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് പൊന്നാനിക്കാരനായ ഓഫീസ് ബോയിയും ഗൈഡും ഒക്കെയായ സലീം എന്നെ വന്ന് വിളിച്ചത്. അന്നെ സജീവേട്ടൻ വിളിക്കുന്നുണ്ട്, ഇടുക്കിയിലേക്ക് കമ്പി ലോഡ് കയറ്റാനുണ്ട്. ചോറും മീൻകറിയും റെഡിയായിരുന്നു. പോണ്ട മാർക്കറ്റിൽ നിന്നാണ് മീൻ വാങ്ങിയത്. പപ്പടം മാത്രമേ പൊരിക്കാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ചോറ് തിന്നാൻ പപ്പടം നിർബന്ധമാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സലീമിനൊപ്പം ഓഫീസിലേക്ക് പോയി. എടാ, ഇടുക്കിയിലേക്ക് കമ്പിലോട് പറയുന്നുണ്ട്, സജീവേട്ടൻ പറഞ്ഞു. MRF കമ്പനി എത്തുന്നതിന് മുൻപ് പാലം കഴിഞ്ഞ് ഇടത്തേക്ക് പോകുന്ന റോഡിൽ ഒരു 10 കിലോമീറ്റർ പോയിട്ട് മോഹിത് സ്റ്റീൽ ഫാക്ടറിയിൽ നിന്നാണ് ലോഡ് കയറ്റേണ്ടത്. അത് കയറ്റിപ്പോയിക്കോ. നല്ല പാർട്ടിയാണ്. ഇതുവരെ അങ്ങോട്ട് കമ്പിലോട് കയറ്റിയ ഒരു വണ്ടിക്കാരൻ്റെയും വാടക തൂക്കക്കുറവാണെന്നും പറഞ്ഞ് പിടിച്ചിട്ടില്ല. ഞാൻ ആ ലോഡ് കയറ്റി പോകാൻ തീരുമാനിച്ചു. വാടക ചീട്ടും കമ്പനിയിൽ കൊടുക്കേണ്ട ചീട്ടും വാങ്ങി കമ്മീഷനും കൊടുത്ത് വണ്ടിയും എടുത്ത് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു. എനിക്കറിയുന്ന കമ്പനി ആയതുകൊണ്ട് ഗൈഡ് സലീമിനെ ഒപ്പം കൂട്ടിയില്ല. അവന് അറിയാമായിരുന്നു എനിക്കറിയാവുന്ന കമ്പനിയാണെന്ന്. അവൻ്റെ കൂടെ തന്നെയാണ് ആദ്യമായി ആ കമ്പനിയിലേക്ക് പോയത്. കമ്പനിയിലെത്തി ലോറി പുറത്ത് ഒരു പറമ്പിൽ പാർക്ക് ചെയ്ത് വണ്ടിയുടെ ഫയലും എടുത്ത് കമ്പനി ഓഫീസിൽ പോയി ചീട്ട് കൊടുത്തു. അയാൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പരതിയ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ ഓർഡർ ആയില്ല, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിന്നിട്ടും ഓർഡർ ആയില്ല. ഞാൻ ലോറി ഓഫീസിലേക്ക് വിളിച്ചു. സജീവേട്ടാ, ലോഡ് ഇതുവരെ ആയിട്ടില്ല. വണ്ടി ഇപ്പോഴും കമ്പനിക്ക് പുറത്ത് പാർക്കിങ്ങിലാണ്. ഓർഡർ ആയിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത്. ഞാൻ കേരള പാർട്ടിയെ വിളിക്കട്ടെ, നീ വെയിറ്റ് ചെയ്യേ, സജീവേട്ടൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സജീവേട്ടൻ എന്നെ വിളിച്ചു. കമ്പിയുടെ പണം അടയ്ക്കുന്നതിൽ കേരള പാർട്ടിക്ക് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇനി നാളെ ലോഡ് കയറ്റും. നീ ഇവിടെ തന്നെ കിടന്നോ. വണ്ടി ഹോൾട്ട് ആയതിന് നിനക്ക് ചെലവ് പൈസ എന്തെങ്കിലും ഞാൻ പാർട്ടിയോട് പറഞ്ഞ് വാങ്ങിത്തരാമെന്നും വാടക ലെറ്ററിന് പുറത്ത് കേരള പാർട്ടിയുടെ നമ്പറുണ്ട്, പുള്ളിയെ ഒന്ന് വിളിച്ചേക്കെന്നും പറഞ്ഞു. ഞാൻ വണ്ടിയിൽ തിരിച്ചെത്തി. പാർട്ടിയുടെ നമ്പർ വാടക ലെറ്ററിൻ്റെ പുറത്തു നിന്നെടുത്ത് ഫോണിൽ നമ്പർ ഡയൽ ചെയ്യുമ്പോഴാണ് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തിൻ്റെ പേര് വീണ്ടും വായിച്ചത്. ഞാൻ ഫോൺ കട്ട് ചെയ്തു. സജീവേട്ടനെ വിളിച്ചു. സജീവേട്ടാ, ഞാൻ തിരിച്ചു പോരുകയാണ്, എനിക്ക് ഈ ലോഡ് വേണ്ട. എടാ, അവിടെ വരെ പോയിട്ട് നീ എന്തിനാ തിരിച്ചു പോരുന്നത്? എനിക്ക് ചെലവിനുള്ള പൈസ ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ. നല്ല ഫസ്റ്റ് ക്ലാസ് പാർട്ടിയാടാ. സജീവേട്ട, ഇവിടെ കേരള വണ്ടികളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വണ്ടിയിൽ ഡീസൽ ഫുള്ളാണ്. എനിക്കിവിടെ കിടക്കാൻ പേടിയാണ്. നിങ്ങൾ ഈ ലോഡിന് വേറെ വണ്ടി അയച്ചോളൂ. സജീവേട്ടൻ പിന്നെ നിർബന്ധിച്ചില്ല. ഞാൻ ഓഫീസിൽ മടങ്ങിയെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഒഴിവാക്കിയ ലോഡിന്റെ വാടക ലെറ്റർ തിരിച്ചു കൊടുത്ത് ലോറിയിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇടുക്കി ജില്ലയിലെ ആ സ്ഥലത്തിന്റെ പേര് വീണ്ടും എന്നെ വേട്ടയാടി. 20 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ ഭൂതകാലത്തിലേക്ക് ഞാൻ യാത്ര പോയി. നിലമ്പൂർ പാട്ടുത്സവ കാലമായിരുന്നു അത്. രാത്രി 1 മണിയായപ്പോൾ തന്നെ തട്ടുകടയിലെ ഭക്ഷണമെല്ലാം തീർന്നു. ഞാൻ മുതലാളിയുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷംസ് വന്നത്. കൂടെ 17-18 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനും ഉണ്ടായിരുന്നു. മുതലാളി എന്നും കച്ചവടം തീർന്നാൽ കോവിലക റോഡിൽ റബ്ബർ കടയുടെ മുൻപിൽ കിടന്നുറങ്ങുന്ന വത്സലയെ വെടിവെക്കാൻ പോകും. റബ്ബർ കടയുടെ മുൻപിൽ രാത്രി കടക്കാരൻ കത്തിച്ചു വെക്കുന്ന ബൾബ് ഹോൾഡറിൽ നിന്ന് ഊരിയിട്ടാണ് അംഗം. വത്സലയുടെ 4 കുട്ടികളും അവളുടെ കൂടെ കിടന്നുറങ്ങുന്നുണ്ടാവും. വത്സലയെ സംബന്ധിച്ച് എൻ്റെ മുതലാളി അവൾക്കൊരു VIP കസ്റ്റമറാണ്. വൈകുന്നേരം കട തുറക്കുമ്പോൾ തന്നെ കുട്ടികളെയും കൊണ്ടുവന്ന് അവൾ ഭക്ഷണ സാധനങ്ങൾ പൈസ കൊടുക്കാതെ പാഴ്സൽ വാങ്ങിപ്പോകും. ഷംസ് പയ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇവന്റെ പേര് സുധീഷ്. ചെറുക്കനാണെങ്കിലും ഭയങ്കര കമ്പക്കാരനാ. ഷംസ് അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പയ്യനും ഒരു വളിഞ്ഞ ചിരി ചിരിച്ചു. ഷംസ് എൻ്റെ കൂട്ടുകാരനാണെങ്കിലും മനസ്സാക്ഷി ഇല്ലാത്തവനാണ്. ഷംസ് എന്നെ കുറച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയി. നീ ഈ രാത്രി എൻ്റെ കൂടെ നാടകം കളിച്ചു നിൽക്കണമെന്നും ഇതൊരു കോളാണെന്നും കിട്ടുന്നതിൽ പകുതി നിനക്ക് തരുമെന്നും നിന്റെ കസ്റ്റഡിയിൽ ഒരു പെണ്ണുണ്ടെന്നും പറഞ്ഞാണ് ഇവനെ കൊണ്ടുവന്നതെന്നും അവൻ്റെ വലിയ ബാഗിനകത്ത് ബ്രാൻഡ് ഷോപ്പിൽ നിന്ന് 1/2 ലിറ്റർ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെന്നും അവൻ പറഞ്ഞു.
റോബറിക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ വരികയില്ലെന്നും എന്നാൽ ബാഗിൽ മദ്യമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ വരുമെന്നും അവനറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കോവിലകം റോഡിലെ CKPയുടെ പാർട്ടി ഓഫീസിന്റെ അവിടെ പോയി ഇരുന്നോളൂ. പോലീസുകാർ ഇറങ്ങാറായി. അവിടേക്ക് ആരും വരില്ല. ഞാൻ കടയടിച്ചിട്ട് വരാം. അവരങ്ങോട്ട് പോയി. പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ പയ്യന്റെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പണിയെല്ലാം തീർന്നപ്പോൾ വത്സലയുടെ അടുത്തു പോയ മുതലാളി തിരിച്ചു വന്നു. എന്റെ കൂലി തന്നിട്ട് തട്ടുവണ്ടി അമ്പലത്തിന് ചാരിയുള്ള ലോഡ്ജിന്റെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി. ഞാൻ പാർട്ടി ഓഫീസിലേക്കും. രണ്ടുപേരും ഇരുട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വെള്ളം ഉണ്ടോ ബാഗില്? വെള്ളവും ടച്ചിങ്സും എല്ലാം വാങ്ങിക്കണ്. ജിബ, നമുക്ക് നേരെ പൊയ്ക്ക് പോകാം. സാധനം അവിടുന്ന് അടിച്ചാ, ഷംസു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഓരോ പെഗടിച്ചിട്ട് പോകാം. അങ്ങനെ ഞാനും ഷംസും ഓരോ പെഗടിച്ചു. ഞാൻ പയ്യനോട് ചോദിച്ചു, ജി സാധനം അടിച്ചുമോ? ഷംസു ആണ് മറുപടി പറഞ്ഞത്. ഓനെല്ലാം അടിച്ചു. ഒരു പെഗ് അവനും അകത്താക്കിയ ശേഷം ഞങ്ങൾ പുഴയിലേക്ക് യാത്ര തുടർന്നു. നിലമ്പൂർ കോവിലകത്തെ അമ്പലത്തിന് മുന്നിലെത്തിയപ്പോൾ അവൻ തൊഴുതു. ഞാൻ ചോദിച്ചു, കള്ളു കുടിച്ചിട്ട് നട്ടപ്പാതിരിക്ക് തൊഴുന്നോ? അവൻ എന്നെ നോക്കി ഇളിച്ചു. ഞങ്ങൾ പുഴയിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ആലിനടുത്തെത്തി. ചെറിയ നിലാവുണ്ടായിരുന്നു. എന്റെ ചാലിയാർ പുഴയതാ ശാന്തമായി ഒഴുകുന്നു. അടുത്ത സ്റ്റെപ്പുകളും ഇറങ്ങി പുഴയോരത്തുള്ള പാറക്കൂട്ടത്തിന് മുകളിൽ ഞങ്ങൾ ഇരുന്നു. ഷംസു ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ബാഗിൽ നിന്ന് സാധനം എടുത്ത് ഞങ്ങൾ വീണ്ടും ഓരോ റൗണ്ട് കൂടി ഒഴിച്ചു. ഇനി കഷ്ടിച്ച് ഒരു പെഗെ അതിൽ ബാക്കിയുണ്ടാകും. ഷംസു മെഴുകുതിരി ഊതിക്കെടുത്തി. ബാബുട്ടാ, ഇവിടെ അടുത്ത് തന്നെയാണോ ഗീതയുടെ വീട്? പയ്യൻ എന്നോട് ചോദിച്ചു. ചോദ്യം കേട്ട ഞാൻ ഞെട്ടി. ഏത് ഗീത? എന്ത് ഗീത? പിന്നെയാണ് എനിക്ക് സ്വയം ബോധമുണ്ടായത്. ഷംസു എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞ പെണ്ണിന് ഗീത എന്നായിരിക്കും പേരിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ പുഴ മുറിച്ച് കടന്ന 1/2 കിലോമീറ്റർ പോയ ഗീതയുടെ വീടായി. ഗീത കാണാൻ എങ്ങനെയാ? അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, റോജ സിനിമയിലെ മധുബാലയെ പോലെയാണ്. അവന് സന്തോഷമായി. നമുക്ക് ഓരോ പുക അടിക്കാം. ഞാൻ തെരച്ച് സിഗരറ്റ് പാക്കറ്റിൽ വെച്ചിരുന്ന ഒരു കഞ്ചാവ് ബീഡി എടുത്ത് കത്തിച്ചു. 4 പുകയെടുത്ത് ഷംസുവിന് കൊടുത്തു. അവനും 4 പുകയെടുത്ത് സുധീഷിന് കൊടുത്തു. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട ചേട്ടന്മാരെ, ഞാൻ കള്ളടിക്കാറുണ്ടെങ്കിലും കഞ്ചാവ് വലിക്കാറില്ല. കഞ്ചാവ് വലിച്ച ഭ്രാന്താകുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ പൊട്ടാ, വെടിവെക്കാൻ പോകുമ്പോ എല്ലാരും ഇത് വലിച്ചാ പോകല്. അതറിയോ എനക്ക്? കഞ്ചാവും സെക്സും നല്ല കോമ്പിനേഷനാണ്. ഷംസു തുടർന്നു. ആണോ ബാബേട്ടാ? അവൻ എന്നോട് ചോദിച്ചു. ഓൻ പറഞ്ഞേ ശരിയാ. ബ്രാൻഡിയും പോത്തറിച്ചിയും പോലെ, കഞ്ചാവും ഹൽവയും പോലെ, കഞ്ചാവും ലൈംഗികതയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുമല്ലേ? അവൻ ചോദിച്ചു. ആ, മൂടാകുമ്പോൾ മാത്രം, ഞാൻ മറുപടി പറഞ്ഞു. അവനും കഞ്ചാവ് വലിച്ചു. ഭയങ്കരമായി കുരച്ചു. ഞാൻ വെള്ളമെടുത്ത് കുടിപ്പിച്ചു. പിന്നെയും 3-4 പുക കൂടി ഷംസു അവനെ നിർബന്ധിച്ച് വലിപ്പിച്ചു. അവൻ ചിരിക്കാൻ തുടങ്ങി. എന്റെ റോൾ തീർന്നു. ഞാൻ സഹനടനിലേക്ക് ചുരുങ്ങി. എന്താ എന്റെ ബാഗില്? ഷംസു അവനോട് ചോദിച്ചു. എന്റെ 2 ഷർട്ടും പാൻറ്റും ഉണ്ട്. പിന്നെ നമ്മൾ കാണുമ്പോൾ ഞാൻ വിറ്റിരുന്ന ഏലക്കായയും, സുധീഷ് പറഞ്ഞു. അവൻ നിലമ്പൂർ പാട്ടങ്ങാടിയിലൂടെ നടന്ന് ഏലക്കായ വിൽക്കുമ്പോഴാണ് ഷംസു അവനെ കണ്ടുമുട്ടിയത്. ഷംസു ചെറിയൊരു മനഃശാസ്ത്രജ്ഞനാണ്. ചില ആളുകളെ കണ്ടാൽ അവന് പെട്ടെന്ന് തിരിച്ചറിയും അവർ എത്രക്കാരാണെന്ന്. പാട്ടങ്ങാടിയിലൂടെ പോകുന്ന സകല പെണ്ണുങ്ങളെയും നോക്കി അവൻ വെള്ളമിറക്കുന്നത് കണ്ടപ്പോഴേ ഷംസുവിന് അറിയാമായിരുന്നു അവൻ തന്റെ കെണിയിൽ വീഴുമെന്ന്. ഷംസു അവനെ പരിചയപ്പെട്ടു. അവന്റെ വീക്ക്നെസ്സിൽ തന്നെ പിടിച്ച് ഇവിടെ എത്തിച്ചു. കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന ലാസ്റ്റ് പെഗ് ഷംസു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒറ്റ വലിക്ക് തീർത്തു. സുധീഷേ, ഇജ്ജ് എന്തിനാണ് ആ നാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്നത്? ഷംസു ചോദിച്ചു. ഇതിനൊക്കെ തന്നെ ചേട്ടാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കള്ളും കഞ്ചാവും അടിച്ച് നല്ല മൂടായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഷംസു അവന്റെ മുഖത്തടിച്ചു. അവന്റെ വയറിന് 2 കുത്തും 1 ചവിട്ടും. പയ്യൻ പാറമേൽ വീണു. അവൻ ഉറക്കെ നിലവിളിച്ചു. ചേട്ടന്മാരെ, എന്നെ കൊല്ലല്ലേ. മുണ്ടാതെ ഇരുന്ന് അന്നെ ഇനി തല്ലൂല. ശബ്ദമുണ്ടാക്കി അന്നെ പുഴയിലെറിയും പന്നി. ഷംസു അലറി. ഇല്ല, ഞാൻ മിണ്ടില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പയ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഷംസുവിനെ എതിർത്താൽ അവൻ എന്നെയും മർദ്ദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു.
അവൻ മെഴുകുതിരി വീണ്ടും കത്തിച്ച് സുധീഷിന്റെ ബാഗ് തുറന്ന് പരിശോധിച്ചു. അതിൽ 2 ജോഡി പാന്റും 2 ഷർട്ടും ജെട്ടിയും ഒരു തോർത്തും കുറേ ഏലക്കായുടെ പാക്കറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷംസ് അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ടു. പേഴ്സ് പോക്കറ്റിൽ നിന്നെടുത്തു. പേഴ്സിൽ 1,800 രൂപയുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ എന്റെ പേഴ്സ് തിരിച്ചുതാ ചേട്ടാ, വെയിൽ കൊണ്ട് നടന്ന് ഏലക്കായ വിറ്റ പൈസയാണ്. ഷംസ് അവനെ വീണ്ടും മർദ്ദിച്ചു. പാറയിലേക്ക് തള്ളിയിട്ടു. വയറ്റിൽ തൊഴിച്ചു. പറയടാ നായെ, ഇജ്ജ് എന്തിനാ ഈ ചെറുപ്രായത്തിൽ നാട് വിട്ടു വന്നത്? ആ പേസിലെ ഫോട്ടോയിലെ പെണ്ണ് ഏതാ? ഇനി അടി താങ്ങാൻ കഴിയില്ലെന്നായപ്പോൾ അവൻ സത്യം പറഞ്ഞു. ഫോട്ടോയിലുള്ള പെൺകുട്ടി അവന്റെ മുറപ്പെണ്ണാണ്. അവർ തമ്മിൽ പ്രണയത്തിലുമായിരുന്നു. അവൻ അവളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നു. കാമുകി ഗർഭിണിയായ കാര്യം അവനോട് മാത്രം പറഞ്ഞു. അവൻ പേടിച്ച് ആ രാത്രി നേരം പുലരുന്നതിന് മുമ്പ് നാട് വിട്ടു. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസയും അടിച്ചു മാറ്റിയാണ് പോന്നത്. കുറച്ചു ദിവസം എറണാകുളത്തായിരുന്നു. പിന്നെ എങ്ങനെയോ നിലമ്പൂരിലെത്തി. ഏലക്കായ ചെറിയച്ഛൻ്റെതാണെന്നാണ് അവൻ പറഞ്ഞത്. സുധീഷിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഷംസുവിന്റെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടു. എടാ, ആ പെൺകുട്ടീനെ പള്ളയിലുണ്ടാക്കി മുങ്ങിയില്ലേ കള്ളപ്പന്നി. വീണ്ടും അവനെ തൊഴിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് കൂടി അഴിച്ചെടുത്തു. ഷംസു അലറി, അന്നെ ഇനി നിലമ്പൂർ ഏരിയ കണ്ടുപോകരുത്. കണ്ടാൽ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചു, മനസ്സിലായടാ എരപ്പേ. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇടപെട്ടു. ഓനക്ക് വണ്ടിക്കൂലി കൊടുക്കുക, ഓൻ പോയിക്കോട്ടെ. ഓനക്ക് വണ്ടിക്കൂലിയും കുണ്ടിക്കൂലിയും ഒന്നും കൊടുക്കണില്ല. ഓൻ കള്ളവണ്ടി കയറി പോയിക്കോട്ടെ ഹമക്ക്, ഷംസു പറഞ്ഞു. എൻ്റെ നാടകത്തിൽ ഞാനും ഒരു ഭാഗമായില്ലേ, നിന്റെ ഷെയർ കൊണ്ടാ, ഞാൻ പറഞ്ഞു. ഞാൻ ലൈറ്റർ കത്തിച്ചു പിടിച്ചു. അവൻ ആ നോട്ടുകൾ എണ്ണി. 840 രൂപയുണ്ടായിരുന്നു. അവൻ 300 രൂപ എനിക്ക് തന്നു. ഞാനത് സുധീഷിന് കൊടുത്തു. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം സ്ഥലം വിട്ടോ. അവൻ ആ പണവും വാങ്ങി കരഞ്ഞുകൊണ്ട് നിലാവിൽ പുഴയുടെ പടവുകൾ കയറി ഓടി മറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ലോഡ് എടുക്കാതെ തിരിച്ചു പോരാൻ കാരണം അവന്റെ നാട്ടിലേക്കായിരുന്നു ആ ലോഡ്. 10-20 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഞാൻ വയറും ചാടി കഷണ്ടിക്കാരനായെങ്കിലും അവനെ പിടിച്ചു പറിച്ച നാടകത്തിൽ ഞാനും ഒരു കഥാപാത്രമായതുകൊണ്ട് അവനെങ്ങാനും എന്നെ തിരിച്ചറിഞ്ഞാൽ വയറ്റിൽ കത്തി കയറ്റിയാലോ എന്ന ഭയമായിരുന്നു എനിക്ക്.